അള്ളാഹുവിൽ നിന്നുള്ള സ്വപ്നങ്ങളാൽ വഴി നയിക്കപ്പെട്ട ഒരു കുഞ്ഞായിരുന്നു യൂസുഫ്. ബാലനായിരിക്കെ സ്വന്തം സഹോദരങ്ങൾ ഒരു പൊട്ടക്കിണറ്റിലേക്ക് അദ്ദേഹത്തെ തള്ളിയിട്ടു. അവർ നുണക്കഥകളുമായി വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. അവിടെ നിന്ന് രക്ഷപ്പെട്ട് അടിമയായി യൂസുഫിനെ ദൂരദേശത്തേക്ക് കൊണ്ടുപോയി വിദേശ മണ്ണിൽ വിൽക്കപ്പെട്ടു. പ്രലോഭനങ്ങളാൽ അദ്ദേഹം പരീക്ഷിക്കപ്പെട്ടു. തന്റെ പരിശുദ്ധിയുടെ പേരിൽ ശിക്ഷിക്കപ്പെടുകയും ചെയ്തു. ചങ്ങലകൾക്ക് തന്റെ വിശ്വാസത്തെ തടവിലാക്കാനോ അനീതിക്ക് തന്റെ സത്യത്തെ കെടുത്താനോ കഴിയില്ലെന്ന് തടവറ ജീവിതത്തിലും അദ്ദേഹം തെളിയിച്ചു. ഒരു ചെറിയ ജയിൽ മുറിയുടെ ആഴങ്ങളിൽ നിന്ന് അള്ളാഹു അദ്ദേഹത്തെ രാജകൊട്ടാരത്തിന്റെ ഉന്നതിയിലേക്ക് ഉയർത്തി. വിസ്മരിക്കപ്പെട്ട ഒരു തടവുകാരനിൽ നിന്ന് ഈജിപ്തിന്റെ ഭാവിയുടെ സംരക്ഷകനായി യൂസുഫ് നബി മാറി. അള്ളാഹുവിൽ നിന്നുള്ള ജ്ഞാനത്താലും തന്റെ ക്ഷമയാലും ഒരു ജനതയെ തന്നെ പട്ടിണിയിൽ നിന്ന് രക്ഷിച്ചു. ഇപ്പോൾ വർഷങ്ങളുടെ വേർപാടിന് ശേഷം അള്ളാഹുവിന്റെ വിധി അദ്ദേഹത്തിന്റെ സഹോദരന്മാരെ അവർ അപായപ്പെടുത്തിയ അനുജന്റെ മുന്നിലെത്തിച്ചിരിക്കുന്നു. കൂട്ടുകാരെ, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് യൂസുഫ് നബിയുടെ കഥയിലെ അവസാനത്തെ നിർണായകമായ നിമിഷത്തിലാണ്. രഹസ്യങ്ങൾ വെളിപ്പെടലിന്റെ വക്കിലാണ്. ഹൃദയങ്ങൾ വീണ്ടും പരീക്ഷിക്കപ്പെടാൻ പോവുകയാണ്. അധികാരത്തിന്റെ ശക്തി കൊണ്ടല്ല, മറിച്ച് മാപ്പ് കൊടുക്കാനുള്ള മനസ്സുകൊണ്ട്. ഇനി സംഭവിക്കാൻ പോകുന്നത് മനുഷ്യന്റെ യഥാർത്ഥ ശക്തി എന്താണെന്ന് നമ്മെ പഠിപ്പിക്കും. യൂസുഫ് നബി അലൈഹിസ്സലാം മോഷണത്തിന്റെ പേരിൽ സഹോദരൻ ബിന്യാമീനെ കൊട്ടാരത്തിൽ പിടിച്ചുവെച്ചപ്പോ പിതാവിനോട് ചെയ്ത പവിത്രമായ ആ പ്രതിജ്ഞ ഓർത്ത് 10 സഹോദരന്മാരും നടുങ്ങിപ്പോയി. ഭയം അവരുടെ ഹൃദയങ്ങളെ വല്ലാതെ പിടിച്ചുലച്ചു. അവർ ഒരിക്കൽ കൂടി യൂസുഫിന്റെ മുന്നിൽ തല കുനിച്ചു നിന്ന് ഇടറിയ സ്വരത്തിൽ അപേക്ഷിച്ചു, പ്രഭോ, ഞങ്ങളുടെ പിതാവ് അവശനായ ഒരു വൃദ്ധനാണ്. ഈ അനുജൻ അദ്ദേഹത്തിന്റെ ജീവനാണ്. അവനില്ലാതെ അദ്ദേഹത്തിന് ജീവിക്കാനാവില്ല. ദയവായി ഞങ്ങളോട് കരുണ കാണിക്കൂ. ഇവനെ വിട്ടുതരണം. പകരം ഞങ്ങളിൽ ആരെ വേണമെങ്കിലും അടിമയായി സ്വീകരിച്ചുകൊള്ളൂ. ഞങ്ങളിതാ അപേക്ഷിക്കുന്നു. അവനെ മോചിപ്പിക്കൂ. യൂസുഫ് നബി അലൈഹിസ്സലാം എല്ലാം ശാന്തമായി കേട്ടു. പിന്നീട് മറുപടി നൽകി, എന്തൊരു വിചിത്രമായ ആവശ്യമാണിത്! കുറ്റവാളിയെ വിട്ടിട്ട് നിരപരാധിയെ ശിക്ഷിക്കുകയോ? അങ്ങനെ ഒരു അനീതി ഞാൻ ഒരിക്കലും ചെയ്യില്ല. ഹൃദയം തകർന്ന സഹോദരന്മാർ അവിടെ നിന്നും പിൻവാങ്ങി. അവർ പരസ്പരം കൂടിയിരുന്ന് ഉത്കണ്ഠയോടെ മന്ത്രിച്ചു, ഇനി എന്തു ചെയ്യും? ബിന്യാമീൻ ഇല്ലാതെ എങ്ങനെ വീട്ടിലേക്ക് മടങ്ങും? അവനെ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കുമെന്ന് പിതാവിനോട് നമ്മൾ സത്യം ചെയ്തതല്ലേ? ഒടുവിൽ മൂത്ത സഹോദരൻ ദൃഢനിശ്ചയത്തോടെ പറഞ്ഞു, ഞാൻ ഇനി നാട്ടിലേക്കില്ല. ബിന്യാമീൻ ഇല്ലാതെ പിതാവിന്റെ മുഖത്ത് നോക്കാൻ എനിക്ക് കഴിയില്ല. മറ്റുള്ളവർ പരിഭ്രമത്തോടെ ചോദിച്ചു, എങ്കിൽ നീ എന്ത് ചെയ്യാനാണ് ഭാവം? നിങ്ങൾ പൊയ്ക്കൊള്ളൂ, അദ്ദേഹം മറുപടി നൽകി. ബിന്യാമീൻ മോചിതനാകുന്നത് വരെ, അല്ലെങ്കിൽ പിതാവ് തന്നെ എന്നോട് മടങ്ങി വരാൻ ആവശ്യപ്പെടുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ നിൽക്കും. നിങ്ങൾ ചെന്ന് അദ്ദേഹത്തോട് പറയൂ, അദ്ദേഹത്തിന്റെ പുന്നാര മകൻ ഒരു കള്ളനാണെന്ന്. കൊട്ടാരത്തിലെ വെള്ളിക്കോപ്പ മോഷ്ടിച്ചതിന് അവനെ അവർ അടിമയാക്കിയെന്ന്. അങ്ങേയറ്റത്തെ ദുഃഖത്തോടും നാണക്കേടോടും കൂടി ബാക്കിയുള്ള സഹോദരന്മാർ നാട്ടിലേക്ക് തിരിച്ചു. അവർ എത്തിയപ്പോൾ തന്നെ എന്തോ അപകടം സംഭവിച്ചതായി യാക്കൂബ് നബിക്ക് തോന്നി. ബിന്യാമീൻ കൂടെയില്ല. അവരുടെ മുഖം കണ്ടപ്പോഴേ അദ്ദേഹത്തിന്റെ ഹൃദയം തകർന്നുപോയി. നടന്ന കാര്യങ്ങൾ അവർ വിവരിച്ചെങ്കിലും യാക്കൂബ് നബി അത് വിശ്വസിച്ചില്ല. കണ്ണുനീർ വാർത്തുകൊണ്ട് അദ്ദേഹം വിലപിച്ചു, എന്റെ പ്രിയപുത്രൻ ബിന്യാമീൻ മോഷണം നടത്തിയെന്നോ? ഇല്ല, ഒരിക്കലുമില്ല. യൂസുഫിനെ ചെന്നായി പിടിച്ചെന്ന് പണ്ട് നിങ്ങൾ പറഞ്ഞ കഥ പോലെ മറ്റൊന്നാണിത്. അവർ വീണ്ടും അപേക്ഷിച്ചു, പ്രിയ പിതാവേ, ഞങ്ങൾ പറയുന്നത് സത്യമാണ്. സംശയമുണ്ടെങ്കിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന മറ്റ് യാത്രക്കാരോട് ചോദിച്ചു നോക്കൂ. ഒരുപാട് പേർ കണ്ട സംഭവമാണിത്. എനിക്കാരോടും ചോദിക്കേണ്ടതില്ല. ദുഃഖം കൊണ്ട് വിറയ്ക്കുന്ന സ്വരത്തിൽ യാക്കൂബ് നബി പറഞ്ഞു, യൂസുഫിനോട് ചെയ്തതുപോലെ എന്തോ കടുങ്കൈ നിങ്ങൾ അവനോടും ചെയ്തിരിക്കുന്നു. അന്നു മുതൽ യാക്കൂബ് നബി അലൈഹിസ്സലാം നിർത്താതെ കരഞ്ഞുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ ദുഃഖത്തിന് അന്ത്യമില്ലായിരുന്നു. പ്രാർത്ഥനകൾ നിലച്ചതുമില്ല. തോരാത്ത കണ്ണുനീർ കാരണം അദ്ദേഹത്തിന്റെ കാഴ്ചശക്തി ക്രമേണ നഷ്ടപ്പെട്ടു. അദ്ദേഹം പൂർണ്ണമായും അന്ധനായി മാറി. അദ്ദേഹത്തിന്റെ വേദന കണ്ട് മക്കൾ പറഞ്ഞു, യൂസുഫ് പോയി, ബിന്യാമീനും പോയി. കരഞ്ഞതുകൊണ്ട് അവരെ തിരിച്ചു കിട്ടില്ല. ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നാൽ അങ്ങ് മരിച്ചുപോകും. സമാധാനമായിരിക്കൂ. യാക്കൂബ് നബി പതിഞ്ഞ സ്വരത്തിൽ മറുപടി നൽകി, ഞാൻ നിങ്ങളോടല്ല പരാതിപ്പെടുന്നത്, എന്റെ ദൈവത്തോടാണ്. ഈ ദുഃഖത്തിൽ നിന്ന് അവൻ എന്നെ കരകയറ്റുക തന്നെ ചെയ്യും. ആ വാക്കുകളിൽ അചഞ്ചലമായ വിശ്വാസമുണ്ടായിരുന്നു. അദ്ദേഹം തുടർന്നു, മക്കളെ, നിങ്ങൾക്ക് എന്നോട് യഥാർത്ഥ സ്നേഹമുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യൂ. നിങ്ങൾ പോയി യൂസുഫിനെയും ബിന്യാമിനെയും അന്വേഷിക്കൂ. അള്ളാഹു നിങ്ങളെ സഹായിക്കും. വേഗം ചെല്ലൂ. ഉപ്പാക്ക് ഭ്രാന്താണ്. ചിലർ പരസ്പരം പിറുപിറുത്തു. എങ്കിലും അദ്ദേഹത്തിന്റെ കൽപ്പന അനുസരിച്ച് അവർ വീണ്ടും ഈജിപ്തിലേക്ക് തിരിച്ചു. അങ്ങനെ യാക്കൂബ് നബിയുടെ പുത്രന്മാർ വീണ്ടും ഈജിപ്തിലെത്തി. ഇത്തവണ അവർ യൂസുഫിനെ സമീപിക്കുമ്പോൾ ബിന്യാമീൻ അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു.
ഹൃദയം നൊന്ത് അവർ അപേക്ഷിച്ചു, പ്രഭോ, ഞങ്ങൾ കേണപേക്ഷിക്കുന്നു, ഞങ്ങളുടെ സഹോദരനെ മോചിപ്പിക്കൂ, ഞങ്ങളോട് ഔദാര്യവും കരുണയും കാണിക്കൂ. അവരുടെ അപേക്ഷ കേട്ട യൂസുഫ് നബി പുഞ്ചിരിയോടെ ചോദിച്ചു, നിങ്ങളുടെ സഹോദരൻ യൂസുഫിനോട് പണ്ട് നിങ്ങൾ ചെയ്തതെന്താണെന്ന് ഓർമ്മയുണ്ടോ? ആ ചോദ്യം ഒരു മിന്നൽ പിണർ പോലെ അവരെ തളർത്തി. പരിഭ്രമത്തോടെ അവർ പരസ്പരം നോക്കി. പിന്നീട് സാവധാനം യൂസുഫിന്റെ മുഖത്തേക്ക് കണ്ണുകൾ ഉയർത്തി. അദ്ദേഹത്തിന്റെ ശബ്ദം, നോട്ടം, പെരുമാറ്റ രീതി എല്ലാം അവർ ശ്രദ്ധിച്ചു. ഒടുവിൽ വിറയ്ക്കുന്ന സ്വരത്തിൽ അവർ മന്ത്രിച്ചു, അങ്ങ് യൂസുഫ് തന്നെയാണോ? അദ്ദേഹം ശാന്തമായി മറുപടി നൽകി, അതെ, നിങ്ങൾ കിണറ്റിലെറിഞ്ഞ ആ യൂസുഫ് തന്നെയാണ് ഞാൻ. ഇതെന്റെ സഹോദരൻ ബിന്യാമീൻ. അള്ളാഹു ഞങ്ങളെ രക്ഷിക്കുകയും ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങൾ ചൊരിയുകയും ചെയ്തു. ആ നിമിഷം ആ സഹോദരന്മാർ പശ്ചാത്താപത്താൽ തകർന്നുപോയി. ഇടറിയ സ്വരത്തിൽ അവർ ഒരുമിച്ചു പറഞ്ഞു, അള്ളാഹു സാക്ഷി, അവൻ നിന്നെ ഞങ്ങളെക്കാൾ ശ്രേഷ്ഠനാക്കിയിരിക്കുന്നു. നിനക്കവൻ അധികാരവും പദവിയും നൽകി. പ്രിയ സഹോദര, ഞങ്ങളോട് ക്ഷമിക്കൂ. തെറ്റുകാർ ഞങ്ങളാണ്. നിന്റെ മാപ്പ് ഞങ്ങൾ അർഹിക്കുന്നുണ്ടോ? യൂസുഫ് സൗമ്യമായി മറുപടി നൽകി, എന്റെ ജ്യേഷ്ഠന്മാരെ, ഭയപ്പെടേണ്ട. കഴിഞ്ഞ കാര്യങ്ങളുടെ പേരിൽ ഞാൻ നിങ്ങളെ ശിക്ഷിക്കില്ല. അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ. അവൻ കരുണാവാരിധിയാണല്ലോ. പക്ഷെ പറയൂ, നമ്മുടെ വന്ധ്യപിതാവിന്റെ അവസ്ഥ എങ്ങനെയുണ്ട്? അദ്ദേഹത്തിന് സുഖമാണോ? യാക്കൂബ് നബിയുടെ കഷ്ടപ്പാടുകളും കാഴ്ച നഷ്ടപ്പെട്ട കാര്യവും അവർ വിവരിച്ചു. അത് കേട്ട യൂസുഫിന്റെ ഹൃദയം നൊന്തു. അദ്ദേഹം തന്റെ കുപ്പായമഴിച്ച് പണ്ട് കിണറ്റിലെറിയുന്നതിനു മുമ്പ് തന്നെ കൊല്ലരുതെന്ന് പറഞ്ഞ സഹോദരനെ ഏൽപ്പിച്ചു. ഈ കുപ്പായം കൊണ്ടുപോകൂ, യൂസുഫ് നബി പറഞ്ഞു. ഇത് നമ്മുടെ പിതാവിന്റെ മുഖത്തിടണം. അദ്ദേഹത്തിന് കാഴ്ച തിരികെ ലഭിക്കും. അതിനുശേഷം കുടുംബത്തെ മുഴുവൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം. നമുക്ക് ഈ ഐശ്വര്യസമൃദ്ധമായ നാട്ടിൽ ഒരുമിച്ച് ജീവിക്കാം. സന്തോഷം കൊണ്ട് മതിമറന്ന സഹോദരന്മാർ യാത്രയുടെ ദൂരം പോലും അറിയാതെ വേഗത്തിൽ നാട്ടിലെത്തി. പിതാവ് അവരെയും കാത്തിരിക്കുകയായിരുന്നു. അവർ അടുത്തേക്ക് എത്തുന്നതിനിടെ യാക്കൂബ് നബി അലിഹിസലാം ആഴത്തിൽ ശ്വാസമെടുത്ത് പറഞ്ഞു, ഹാ, യൂസുഫിന്റെ ഗന്ധം. ചുറ്റുമുള്ളവർ മന്ത്രിച്ചു, പാവം വൃദ്ധന് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു. യൂസുഫിനെ ചെന്നായി തിന്നിട്ട് വർഷങ്ങൾ എത്ര കഴിഞ്ഞു. അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ മക്കൾ അവിടെ എത്തി. അവർ യൂസുഫിന്റെ കുപ്പായം പിതാവിന്റെ മുഖത്തിട്ടു. ആ നിമിഷം തന്നെ ഇരുളടഞ്ഞ മുറിയിൽ പ്രകാശം നിറഞ്ഞതുപോലെ യാക്കൂബ് നബിക്ക് കാഴ്ച തിരിച്ചു കിട്ടി. ആനന്ദക്കണ്ണീരുകളാൽ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, എന്റെ ഓമന മകൻ യൂസുഫിനെ വീണ്ടും കാണുമെന്ന് അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ? യാക്കൂബ് നബിയുടെ 10 ആൺമക്കളും അദ്ദേഹത്തിന്റെ മുന്നിൽ വീണു. പ്രിയ പിതാവേ, ഞങ്ങളോട് ക്ഷമിക്കൂ, നിങ്ങൾ എന്റെ മക്കളാണ്. യാക്കൂബ് നബി മറുപടി നൽകി, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ. അവനോട് മാപ്പിരക്കുക. അപ്പോൾ തന്നെ യാക്കൂബ് നബിയുടെ കുടുംബം തങ്ങളുടെ സാധന സാമഗ്രികളെല്ലാം കെട്ടിയെടുത്ത് ഒരുമിച്ച് ഈജിപ്തിലേക്ക് യാത്ര തിരിച്ചു. അവർ നഗരത്തിനടുത്തെത്തിയപ്പോൾ യൂസുഫ് നബിയും പരിവാരങ്ങളും അവരെ സ്വീകരിക്കാൻ കവാടത്തിൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. എന്റെ പ്രിയപ്പെട്ട കുടുംബമേ, യൂസുഫ് നബി വിളിച്ചു പറഞ്ഞു, അള്ളാഹുവിന്റെ ഇഷ്ടത്താൽ നിർഭയരായി ഈ നഗരത്തിലേക്ക് പ്രവേശിച്ചാലും. കൊട്ടാരത്തിൽ പ്രഭുക്കന്മാരും പ്രമുഖരും ചേർന്ന് അവരെ ഹൃദ്യമായി സ്വീകരിച്ചു. തുടർന്ന് യൂസുഫ് നബി തന്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി. ആ കാഴ്ച കണ്ട് യാക്കൂബ് നബിയുടെയും പത്നിയുടെയും ഹൃദയം അള്ളാഹുവിനോടുള്ള നന്ദിയാൽ നിറഞ്ഞു. അവർ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് സാഷ്ടാംഗം പ്രണമിച്ചു. 11 സഹോദരന്മാരും അവർക്കൊപ്പം പ്രണമിച്ചു. യൂസുഫ് നബി പതുക്കെ പറഞ്ഞു, പ്രിയ പിതാവേ, കുട്ടിക്കാലത്ത് ഞാൻ പറഞ്ഞ ആ സ്വപ്നം ഓർക്കുന്നുണ്ടോ? സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എനിക്ക് മുന്നിൽ പ്രണമിക്കുന്നത്. ഇന്ന് ഈ കാണുന്നത് അതിന്റെ സാക്ഷാത്കാരമാണ്. പിന്നീട് ഇടറിയ സ്വരത്തിൽ അദ്ദേഹം പറഞ്ഞു, കാരുണ്യവാനായ ദൈവം എന്നെ കിണറ്റിൽ നിന്നും തടവറയിൽ നിന്നും രക്ഷിക്കുകയും എന്നെ ഈ പദവിയിലേക്ക് ഉയർത്തുകയും ചെയ്തു. പിശാച് നമ്മെ തമ്മിലകറ്റി. പക്ഷേ അള്ളാഹു മരുഭൂമികൾക്കും വർഷങ്ങൾക്കും അപ്പുറം നമ്മെ ഒരുമിപ്പിച്ചു. സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്തുകൊണ്ട് യൂസുഫ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു, എന്റെ നാഥ, നീ എന്തിച്ഛിക്കുന്നുവോ അത് സംഭവിക്കുന്നു. നിന്റെ ഹിതം മാത്രമേ നടപ്പിലാകൂ. അങ്ങനെ ഒടുവിൽ ആ കുടുംബം ഒന്നിച്ചു നിന്നപ്പോൾ മനസ്സിനേറ്റ മുറിവുകൾ ഉണങ്ങി. കണ്ണുനീർ തുടയ്ക്കപ്പെട്ടു. ഹൃദയങ്ങൾ വീണ്ടും ഒന്നാവുകയും ചെയ്തു. നീണ്ട ഇരുണ്ട രാത്രിക്ക് ശേഷമുള്ള ശാന്തമായ പ്രഭാതം പോലെ സമാധാനം അവർക്കിടയിൽ പടർന്നു. അസൂയയിലും ദുഃഖത്തിലും തുടങ്ങിയ ആ കഥ ക്ഷമയിലും മാപ്പുകൊടുക്കലിലും അള്ളാഹുവിന്റെ കരുണയിലും അവസാനിച്ചു. ഒരു കഷ്ടപ്പാടും വെറുതെയാവില്ലെന്നും ഒരു തുള്ളി കണ്ണുനീരും അള്ളാഹു കാണാതിരിക്കില്ലെന്നും ഒരു പ്രാർത്ഥനയും ഉത്തരം ലഭിക്കാതെ പോവില്ലെന്നും യൂസുഫ് നബിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയ കൂട്ടുകാരെ, ഉറങ്ങുന്നതിന് മുമ്പ് ഇതുകൂടി ഓർത്തോളൂ. ജീവിതം ഏറ്റവും ഇരുളടഞ്ഞതാവുകയും പ്രതീക്ഷകൾ അകലെയാണെന്ന് തോന്നുകയും ചെയ്യുമ്പോൾ അള്ളാഹു നിങ്ങൾക്കായി അതിമനോഹരമായ ഒരു ശുഭാന്ത്യം എഴുതുകയാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. അവനിൽ വിശ്വസിക്കുക, ക്ഷമയോടെ ഇരിക്കുക, നന്മ മുറുകെ പിടിക്കുക. കാരണം യൂസുഫ് നബിയുടെ ദുഃഖം എപ്രകാരം സന്തോഷമായി മാറിയോ അതുപോലെ